ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വൈകുന്നേരത്തെ വീഡിയോസായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് സാധിച്ചില്ല. അത് അടുത്ത വ്ളോഗിലാക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു ദിവസം വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ കൊള്ളാത്ത സ്ഥലത്തുള്ള ചെടികൾക്ക് ഒരു ദിവസം വെയിൽ കൊള്ളുമ്പോഴേക്കും വെയിൽ വരുമ്പോഴേക്കും നല്ല വാട്ടം വരും കേട്ടോ. അപ്പോൾ അതാ മുകളിലുള്ള ചെടിയും അതുപോലെ തന്നെ ചേട്ടാ ഒറ്റ ദിവസം നനയ്ക്കാണ്ടായി അതിൻ്റെ ഒരു പണി കഴിഞ്ഞു എന്ന് പറയാം. നല്ല ഭംഗിയിൽ വന്നതായിരുന്നു. അപ്പോൾ അതിന് ഇത്തിരി വെള്ളം ഒഴിച്ചു. അങ്ങനെ താഴത്തൊക്കെ വെള്ളം നനയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പം ഞാൻ തമ്മനെയിൽ പറഞ്ഞ പോലെ ആത്മാർത്ഥ കാണിച്ചാൽ ഫലമില്ലാത്തത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയോ? ഞാൻ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. നല്ലൊരു വീഡിയോ എടുത്ത് കൂട്ടുകാരുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് അധികം അങ്ങോട്ട് വ്യൂസ് വരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇത്തിരി നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ എന്നാൽ അതിന് വ്യൂസ് ഉണ്ടായിരുന്നു. തമ്മനെയിലൊക്കെ ഇത്തിരി മാറ്റി പിടിച്ചാലൊക്കെ നല്ല വ്യൂസ് വരും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ആൾക്കാരുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. സാധാരണ വ്ളോഗാകുമ്പോൾ ഇതിലെന്താണെന്ന് മുന്നേ വിചാരിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കണു. എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അതെന്തായാലും പോട്ടെ. എന്തായാലും കൂട്ടുകാരുടെ ഇഷ്ടത്തിന് വ്ളോഗ് കാണാൻ ഞാൻ ഇടുന്ന വ്ളോഗിൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് കാണുക, അതിനൊരു ലൈക്ക് അടിക്കുക, കമൻറ്റ് എഴുതുക. ചിലപ്പോൾ എനിക്ക് അന്നന്ന് തന്നെ കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റിയില്ല എന്ന് വരും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാലും ഞാൻ ആ റിപ്ലൈ തരും കേട്ടോ. പിന്നെ ഞാൻ അച്ചാറിട്ടു വിൽക്കാനായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ തന്നെ വീടെന്ന് പറഞ്ഞു. ഞാനതൊരു വ്ളോഗായിട്ട് ചെയ്യാം. അച്ചാറിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അത് അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അച്ചാർ പൊട്ടിച്ചതിന് ശേഷം അത് കാണിച്ച് കുപ്പികളാക്കണം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ. അതോടുകൂടി കൂട്ടുകാർ ചോദിച്ചാൽ എനിക്കത് അച്ചാർ തരാനും പറ്റും. അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ചെയ്യാമെന്നൊരാഗ്രഹമുണ്ട്. അത് എന്തോ എനിക്ക് പണ്ടേ തുടങ്ങിയുള്ളൊരാഗ്രഹമായിരുന്നു. ശ്രീകുട്ട എപ്പോഴും പറയാം അമ്മ കേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. കേക്ക് എന്നത് പറഞ്ഞാൽ എനിക്കത് തലേദിവസം പറഞ്ഞ പിറ്റേ ദിവസം എനിക്കെന്തെങ്കിലും വയ്യാണ്ടായാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ നമുക്കത് കേക്കിൻ്റെ കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അച്ചാറാകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ചോദിക്കുമ്പോൾ അപ്പം കൊടുക്കാമല്ലോ. അങ്ങനെയുള്ളൊരു എളുപ്പമാണ് ഞാൻ അതിൽ കാണുന്നത്. പിന്നെ അച്ചാർ എനിക്ക് ഇടാൻ പണ്ടേ എനിക്കിഷ്ടമാണ്. പിന്നെ ബാക്കിയുള്ള അഭിപ്രായം കൂട്ടുകാർ വാങ്ങിച്ച് കഴിച്ചിട്ട് പറയണം കേട്ടോ. ഇപ്പോൾ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ വൈകുന്നേരം വന്ന് ചെടികളൊക്കെ നനയ്ക്കൽ കഴിഞ്ഞ് അത്യാവശ്യം പണികൾ കഴിഞ്ഞ് ഞാൻ വേഗം അടുക്കളയൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് വീഡിയോ ഓൺ ചെയ്തത്. തുണികൾ കഴുകാനൊക്കെ ഇട്ടതിന് ശേഷമാണ് വീഡിയോ ഓൺ ചെയ്തത്. ചേട്ടൻ ഉച്ചയ്ക്ക് ലീവ് എടുത്തൊക്കെ ആയിരുന്നു. നമ്മുടെ ഗ്യാസ് കാലത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസ് ഇല്ലാണ്ട് അധികം ദിവസമൊന്നും ഓടാൻ പറ്റില്ല. പണ്ടൊക്കെ വെച്ചാൽ ചേട്ടനെ കുറേ ദിവസം പറ്റിച്ച് കൊണ്ട് നടക്കാറുണ്ട്. ഇപ്പോൾ അത് പറ്റില്ല എന്ന് വെച്ചാൽ ശ്രീകുട്ടൻ 6:15 ആകുമ്പോഴേക്കും പോകണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്യാസ് തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ ദിവസം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിക്കും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി മേടിച്ച് കഴിച്ചു. ചേട്ടൻ അങ്ങനെ തന്നെ. പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇങ്ങനെയൊന്നും ബിരിയാണി ഒന്നും കഴിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേർ എന്ത് കഴിക്കും എന്നൊക്കെ ആലോചിച്ച് ഇപ്പോൾ പിന്നെ അവർക്ക് വേണം തോന്നിയാൽ അവരും വാങ്ങിച്ച് കഴിക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ വൈകുന്നേരം പകൽ മുഴുവൻ ചപ്പാത്തിയൊക്കെ ഇല്ലായിരുന്നേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. തലസ്ഥ ചോറ് കുറച്ചുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു നാഴികേരിയും കൂടി ഇട്ടു. എന്താ വെച്ചാൽ പകൽ മുഴുവൻ ചോറിനാണ്ടിരുന്നിട്ട് ചോറ് കാണുമ്പോൾ ഒരു ആർത്തി ഉണ്ടാവും എന്തായാലും എനിക്ക് തോന്നി. അരിയൊക്കെ ചേട്ടൻ പകർത്തി വെക്കുന്നുണ്ട് കേട്ടോ. റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം. പിന്നെ ശ്രീകുട്ടൻ്റെ ഫോൺ കേടായി, അത് നന്നാക്കാൻ കൊടുത്തു. അങ്ങനെ ചേട്ടന് ലീവ് എടുത്തെന്ന് പറഞ്ഞാലും വലിയ ഒഴിവെന്നൊന്നും പറയാണ്ടായില്ല. പിന്നെ അതോടുകൂടി എന്നെ കൊണ്ടുവരാനും കൂടി വന്നു. ഞാനപ്പോൾ ഇവരാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അപ്പം പച്ചക്കറി വാങ്ങിക്കും കേട്ടോ. അപ്പോഴാണ് നമുക്ക് വില കുറവുള്ള സ്ഥലത്തേക്ക് വണ്ടി ഉണ്ടെങ്കിലാണ് പോകാനായിട്ട് എളുപ്പം. അല്ലാണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ വരെ നടന്ന് പോയി വാങ്ങിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ നടക്കില്ല കാര്യങ്ങൾ. അപ്പോൾ ഇവരങ്ങനെ ഉള്ള ദിവസമാണ് ഞാനങ്ങനെ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വേർതിരിച്ച് വെച്ച് പിറ്റേ ദിവസത്തേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2-3 ദിവസമായിട്ട് തിങ്കളാഴ്ച ചിക്കൻ്റെ ബാലൻസ്, പിറ്റേ ദിവസം മീനും അങ്ങനെയൊക്കെ ആയിരുന്നു. ശ്രീകുട്ടൻ പറഞ്ഞ വെജിറ്റബിൾ മതി അമ്മേ. ഞാൻ തിരക്കിൽ ഓടിക്കൂട്ടി വർത്താനം പറയുമ്പോൾ ശ്രീകുട്ടം എൻ്റെ വീഡിയോ കണ്ടു നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വോയിസ് കൊടുക്കിട്ടാന്ന്. അപ്പോൾ എനിക്കങ്ങനെ കിതപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. പക്ഷേ കൂട്ടുകാർക്ക് കേൾക്കണവർക്ക് ഫീൽ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ പരിപ്പ് വെച്ച് ചോറ് വെച്ച് പിന്നെ പരിപ്പ് കുത്തി കാച്ചാണ് ചെയ്തത് കേട്ടോ. ഇവിടെ ഏറ്റവും ഇഷ്ടവും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ ഒരു കറി എന്ന് വെച്ചാൽ പരിപ്പ് കുത്തി കാച്ചലാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പരിപ്പ് കുത്തി വെച്ചത്. അപ്പോൾ ചേട്ടനോട് കൊണ്ടാട്ടമുളക് വർക്ക് ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്താൽ ഗ്യാസ് ചേട്ടൻ കത്തിച്ചിട്ട് കത്തണില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ കൊടുത്തു.
ബാക്കിയുള്ള പരിപാടി ഞാനിവിടെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് സാമ്പാറാണ് വയ്ക്കുന്നത്. എന്നും ചെയ്യണ പോലെ പരിപ്പും മത്തങ്ങയും വേവിച്ചിടൽ മാത്രമല്ല, ഇന്ന് സാമ്പാർ വെച്ച് വയ്ക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ രാവിലെ 6:15 ആകുമ്പോഴേക്കും സാമ്പാർ വയ്ക്കൽ, ഇഡ്ഡലി ഉണ്ടാക്കലും എല്ലാതും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അത് ഞാൻ രാവിലെ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം തന്നെ വയ്ക്കാൻ വെച്ചിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതാ പിറ്റേ ദിവസത്തേക്ക് കായയാണ് മെഴുക്ക് പെട്ടി വെക്കണത്. പക്ഷേ കായ ശ്രീകുട്ടന് ഇഷ്ടമല്ല. അവിയൽ പോലെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നാളികേരം അരച്ച് ചേർത്ത് അങ്ങനെ വയ്ക്കില്ലേ, കായ തന്നെ, അതവന് ഇഷ്ടമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെണ്ടക്കായ ഉണ്ടായിരുന്നു, അത് അരിഞ്ഞ് അവന് ഒന്ന് വാട്ടാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവർക്ക് കായ ഉപ്പേരിയും വയ്ക്കാം. പിന്നെ സാമ്പാർ വെച്ചാൽ ഇഡ്ഡലിക്ക് സാമ്പാറും പോവും, ചോറിനും പോവുമല്ലോ. രണ്ടും സാമ്പാർ വെച്ചാൽ അങ്ങനെയുണ്ട് ഒരു ലാഭം നമുക്ക്. അപ്പോൾ സാമ്പാറെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടമാണ് തന്നെ കേട്ടോ. ആദ്യത്തിന് ഇത്തിരി ഒരു ഇഷ്ടക്കുറവുണ്ട്, എന്നാലും പിന്നെ അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ വേഗം എന്താ പറയുക, വെണ്ടക്കായ അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ അതുപോലെ കായ അരിഞ്ഞ് മാറ്റി വെച്ചു. കായ ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കായ അവന് വേണ്ടെങ്കിലും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അടുക്കളയിൽ പണിയെടുക്കാൻ അങ്ങനെ അങ്ങോട്ട് പറ്റാറില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാതും തലേദിവസം വൈകുന്നേരം തയ്യാറാക്കി വയ്ക്കും. വൈകുന്നേരം എനിക്ക് അത്ര അങ്ങോട്ട് ക്ഷീണം തോന്നാറില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ വേഗം പോയി പിറ്റേ ദിവസങ്ങളിൽ എല്ലാതും തയ്യാറാക്കും. ഇനി അഥവാ എനിക്ക് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ചേട്ടൻ ചെയ്തു തരും കേട്ടോ. കുറേയൊക്കെ ചോറ് തിളപ്പിച്ച് വെക്കലും എന്തെങ്കിലും ഒരു കഷ്ണം അരിഞ്ഞ് വെക്കലൊക്കെ ചേട്ടൻ ചെയ്തു വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ കായ വെച്ചു. പിന്നെ വെണ്ടക്കായ എന്തായാലും രാവിലെ തന്നെ വാട്ടാമെന്ന് വിചാരിച്ചു. അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. സാമ്പാറിന് കഷ്ണം കൂടി ഞാൻ വേഗം അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ കായ ഞാൻ ഒറ്റ വിസിലടിച്ചിട്ട് ആ വിസിൽ അപ്പം തന്നെ കളഞ്ഞു കേട്ടോ. തുറന്ന് കളഞ്ഞിട്ടാണ് വെച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ കായല്ലേ, കായ്ക്ക് അത്ര വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ വേവ് കൂടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചു. പിന്നെ കഷ്ണം അവിടെ ഇരിക്കുന്നുണ്ട്, വേവട്ടെ. അതിനുള്ളിൽ ഇഡലിക്ക് ആട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. ആട്ടുമ്പോൾ എപ്പോഴും 2 ദിവസത്തേക്ക് ആട്ടി വയ്ക്കും കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. ഞാൻ രാവിലെ നോക്കിയപ്പോൾ എനിക്ക് പുഴുക്കലരി ഞാൻ കണ്ടില്ല, തിരക്കിൽ കണ്ടില്ല. എനിക്ക് കുറച്ച് പുഴുക്കലരി കൂടെ ഇടണം കേട്ടോ. പച്ചരി തന്നെ ദോശയായാലും ഇഡലിയായാലും അത്ര ഇഷ്ടമില്ല. അപ്പോൾ കുറച്ച് പുഴുക്കലരിക്ക് പകരം ആ ബാലൻസ് വന്ന ചോറാണ് ഞാൻ ഇട്ടത്. പുഴുക്കലരി കുതിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉഴുന്ന് വേറെ വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്നിൻ്റെ എപ്പോഴും കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാനായിട്ട് അതിൻ്റെ ആ വെള്ളം കളയാണ്ട് എടുക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇഡലി സോഫ്റ്റായിട്ട് വരണമെങ്കിൽ. പിന്നെ ഉള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി 10 രൂപയുടെ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് അത്ര നല്ല ഉള്ളിയല്ല, നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോൾ അത് ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ അത് നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം. എന്താ വെച്ചാൽ അതിൽ ചിലപ്പോൾ ആ മോൾ ഭാഗത്തിൻ്റെ കുറച്ച് തോലൊക്കെ കേടായിട്ടൊക്കെ ഉണ്ടാവും. അതങ്ങനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മൊത്തത്തിൽ അങ്ങോട്ട് കേടായി പോകും. അപ്പോൾ അത് കാരണം അത് നന്നായിട്ട് തുടയ്ക്കും. കഴുകില്ല, കഴുകിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറും. നന്നായിട്ട് തുടച്ച് ആ ബൗളിലാക്കി ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ പിന്നെ 10 രൂപയ്ക്ക് അല്ലേ ഉള്ളൂ, കുറച്ച് കേടായാലും കുഴപ്പമില്ല എന്ന് ചോദിച്ച് ഞാനത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കും. പിന്നെ ആ കെറ്റിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു. അപ്പോൾ അതിലേക്ക് സാമ്പാർ പൊടിയും പുളി പിഴിഞ്ഞ് വെച്ചും, പുളി മുന്നും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ബാലൻസ് ഉള്ളതൊക്കെ പിഴിഞ്ഞ് വെച്ച് ഞാൻ സാമ്പാർ സെറ്റാക്കി. ഇന്നത്തെ ദിവസത്തെ സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ. ചില ദിവസത്തെ സാമ്പാർ എനിക്ക് ചിലപ്പോൾ ഒന്നും ഇഷ്ടാവാറില്ല, പക്ഷേ ഇന്നത്തെ സാമ്പാർ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സാമ്പാർ കുറിച്ചാന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ. ഞാനും അതെ, ശ്രീകുട്ടനും അതെ, സാമ്പാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ചേട്ടന് ഇഷ്ടമാണ് നല്ല ചൂടോടെ. പക്ഷെ ഞങ്ങളുടെ അത്രയ്ക്ക് ഭ്രാന്തില്ല. പൊതുവേ സാമ്പാറിന് ഫാൻസ് കുറവാണ് അല്ലേ. സാമ്പാർ മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കാറ്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലേ തുടങ്ങി തന്നെ അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. നിറയെ സാമ്പാർ ഒഴിച്ചിങ്ങാട്ട് അധികം വേവാത്ത ചോറ് കേട്ടോ. ഇത് മല്ലിയില ഇല്ല, അപ്പം മല്ലിയിലൊരു തണ്ട് ഞാൻ കളയില്ല അവസാനം നമ്മൾ ഉപയോഗിക്കുമ്പോഴേ. അടുത്ത പ്രാവശ്യം വാങ്ങിച്ചിട്ടാണ് ആ തണ്ട് ഞാൻ കളയുള്ളൂ. അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാൽ ആ തണ്ടെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വയ്ക്കും. അങ്ങനെ ഇന്ന് മല്ലിയില ഉണ്ടായിരുന്നില്ല, ആ തണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഇഡലിക്ക് ആട്ടൽ കഴിഞ്ഞു. പിന്നെ ഇനി ക്ലീനിങ് സെക്ഷനാണ് കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഇത്ര ആയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം വയ്യാണ്ടായി. ഇനി വേഗം കിടക്കണമെന്ന് ഒന്ന് തോന്നി തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഡീപ്പ് ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അത് കാരണം കൊണ്ട് ഞാൻ എന്തായാലും മിക്സ് ക്ലീൻ ചെയ്യാണ്ട് പറ്റില്ല. നമ്മളെപ്പോഴും ഇഡ്ഡലിക്കൊക്കെ ആട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ചൊക്കെ പോകുമല്ലോ. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് തേച്ച് കഴുകി വെച്ചു. പിന്നെ അരി എടുത്തുകൊണ്ട് വന്നതാണ്.
അരിയിൽ തിളച്ച് വെള്ളമൊഴിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും. പ്രത്യേകിച്ച് റേഷനരി ആണെങ്കിൽ ഞാൻ റേഷനരിയുടെ വെള്ളരി തലേദിവസം ഒന്ന് വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ ഫെയിലായി. ചെറിയൊരു തള വന്നിട്ട് അങ്ങനെ ഇറക്കി വെച്ചതായിരുന്നു. അത്യാവശ്യം വേവ് കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല കേട്ടോ. വേവ് കൂടിയ ഉച്ചയ്ക്ക് എങ്ങനെയൊക്കെയോ കഴിച്ചു. പിന്നെ ഇനി വിചാരിച്ചു ഇനി ശ്രീകുട്ടന് കോളേജ് ഉള്ള ദിവസം എന്തായാലും റേഷനരി വെക്കാൻ പറ്റില്ല, നല്ല അരി തന്നെ വെക്കാൻ പറ്റുള്ളൂ. മട്ടരി ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മട്ടരി ഇവിടെ പിള്ളേർക്ക് 2 പേർക്കും ഇഷ്ടമില്ല. ആ വെള്ളരിയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ പിന്നെ രക്ഷയില്ല, നമുക്ക് നല്ലരി തന്നെ വാങ്ങിച്ച് വെക്കണം കേട്ടോ. പക്ഷെ അപ്പോൾ ഈ റേഷനരി മുഴുവൻ അങ്ങോട്ട് ബാലൻസ് വരും. അരി കഴുകി ഞാൻ കലത്തിലേക്ക് ഇട്ടു. പിന്നെ കെറ്റിയിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് തിളയ്ക്കും. നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. നല്ല അരി ആയാലും ചെറുമണി അരി ആയാലും അങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കെറ്റിലുണ്ടെങ്കിൽ കേട്ടോ. കെറ്റിലിന് ഇവിടെ ഭയങ്കര ഉപയോഗമാണ്. പെട്ടെന്ന് കേടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ സാമ്പാറൊക്കെ തിളച്ച് ഞാൻ വറുത്തിട്ടു. പിറ്റേ ദിവസത്തേക്ക് വറുത്തിടാനൊന്നും നിന്നില്ല, തലേദിവസം തന്നെ വറുത്തിട്ടു. ചില ദിവസമേ അവൻ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാവും ചിലപ്പോൾ എന്നെ വിളിക്കാൻ, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്കാകെ അപ്പോൾ ദോശയ്ക്ക് ആട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ പെട്ടെന്ന് തന്നെ ആവുമല്ലോ, 1 മിനിറ്റ് കൊണ്ടാവും. ഇഡലി ഇന്ന് പക്ഷേ ഇഡലിയാണ് പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കിയത്. അവന് ഇഡലിയും സാമ്പാർ അടിപൊളിയായി എന്ന് പറഞ്ഞു. രാവിലെ കഴിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. വെള്ളയപ്പം ആണെങ്കിൽ നൂലപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, തേങ്ങാപ്പാൽ പിഴിഞ്ഞത് വേണം. പിന്നെ മൊത്തത്തിൽ ഒന്ന് ഓടിച്ച് തുടച്ചു എന്ന് പറയുന്നതാവും ശരി. അല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. ആ അലമാരിയും ഒക്കെ ഇത്തിരിച്ചൊക്കെ പൊടിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല ബോക്സിൽ കുറച്ചൊക്കെ പൊടിയായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുറച്ചൊക്കെ ഒന്ന് കഴുകാനുണ്ട്. പക്ഷേ സമയമില്ല എന്നല്ല, വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ വയ്യാണ്ടായി തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ആ ജോലി നിർത്തും. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി കമത്തി ചോറ് നോക്കിയപ്പോൾ തള വന്നിട്ടുണ്ട്. വേഗം അതും കൂടി അങ്ങോട്ട് ഇറക്കി വെച്ചു കേട്ടോ. തെർമൽ കുക്കറിൽ ചോറ് വയ്ക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. എനിക്ക് കുക്കറിൽ ചോറ് വയ്ക്കണത് ആ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാറില്ല. കുറേ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ അത് വെള്ളം അങ്ങോട്ട് കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ ശരിയാവുമെന്ന്. ഞാൻ അങ്ങനെ തിളപ്പിച്ച് നോക്കിയിട്ടൊന്നും എനിക്ക് ആ ഒരു വഴുവഴുപ്പ് പിന്നെയും ഫീൽ ചെയ്യാം കേട്ടോ. കൂട്ടുകാരോട് ഒരു ഹായ് പറഞ്ഞതാണേ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ലൈറ്റ് കെടുത്തി. ഇനി ലൈറ്റ് കെടുത്തുമ്പോൾ ഫോൺ അടിച്ചു പോയി എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ അടുക്കളയിലത്തെ ലൈറ്റ് കെടുത്തിയതാണ്, അല്ലാണ്ട് ഫോൺ അടിച്ചു പോയതല്ല. അപ്പോൾ ആ ശ്രീകുട്ടൻ വന്നേക്കണ് ഒരു ഷർട്ട് കൊടുത്തിട്ട് അത് അഴിച്ചിടണം. അവൻ ലേശം ഒന്ന് വണ്ണം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഷർട്ട് പാകാവണില്ല, മിക്ക പാൻറ്റുകളും പാകാവണില്ല, ഒക്കെ ആദ്യത്തിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് വാങ്ങിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പാകം തന്നെയായിരുന്നു അന്ന്. പക്ഷേ ഭയങ്കര ഷേപ്പാക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ പക്ഷേ അത്രയ്ക്ക് ഷേപ്പ് വേണ്ടാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഷർട്ട് അഴിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ ആ തുണികൾ മടക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ തുണികൾ വന്ന വഴി തന്നെ എടുത്തിടും. എന്താ വെച്ചാൽ ചൂട് ആ ഒരു തണുപ്പ് കയറാണ്ടിരിക്കാൻ വന്ന വഴി എടുത്തിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒഴിവ് പോലെ ഞാൻ മടക്കി വയ്ക്കുക. അങ്ങനെയാണ്. അങ്ങനെ ദേ ഷർട്ടൊക്കെ അഴിച്ചിട്ട് ഇട്ട് നോക്കി, ഇഷ്ടപ്പെട്ടു. ഇനി മുടിയുമുള്ള കസർത്താണ് അവിടെ നടക്കുക. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാൻ ഒട്ടും മറക്കരുത്. ആ കമൻറ്റ് കാണുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇത്തിരി കുറവായിരുന്നു കേട്ടോ.